ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള 3 അടിപൊളി ഫീച്ചറുകളാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യാനുള്ള കാര്യം, പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പാട്ട് കണ്ടുപിടിക്കുന്ന കാര്യം, പിന്നെ ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ റീസെന്റ് ഡിലീറ്റ് കളഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി ആരും കാണാതെ എല്ലാ സെർച്ച് ഹിസ്റ്ററി ഒരുമിച്ച് റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഒരുപാട് സമയം വെറുതെ അനാവശ്യമായി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെ നിങ്ങൾക്കൊരു മാർഗ്ഗം തന്നിട്ടുണ്ട്. ഇതിനുവേണ്ടി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ആ പ്രൊഫൈൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് താഴെ ടൈം മാനേജ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണും. ഈ ടൈം മാനേജ്മെന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി എത്ര നേരം ഉപയോഗിക്കുന്നു എന്ന് മറ്റുള്ള കാര്യങ്ങളോട് കാണിച്ചു തരും. നമ്മുടെ ഇതല്ല, നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മുടെ ടൈം ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ താഴെ കാണുന്ന ഡെയിലി ലിമിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിവിടെ കാണാം ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ടൈമിനെ കൺട്രോൾ ചെയ്യും. നിങ്ങൾ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ഇത്ര സമയം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്കൊരു റിമൈൻഡർ അലർട്ട് ഇൻസ്റ്റാഗ്രാം തരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അറിയാതെ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. വീഡിയോ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഇതിനകത്ത് തന്നെ ഡെയിലി ലിമിറ്റ് താഴെ സ്ലീപ്പ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. രാത്രിയൊക്കെ നിങ്ങൾ വെറുതെ ഇൻസ്റ്റാഗ്രാം എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ രാത്രി എണീക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പുറകെ പോകാൻ തോന്നുകയാണെങ്കിൽ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം ഇങ്ങനെ 2 ഓപ്ഷൻ ഇവിടെ കാണാം. ഈ സ്റ്റാർട്ട് ടൈം എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മണിക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആവണം, നിങ്ങൾക്ക് രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഒരു 8 മണി വരെ മതി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഇവിടെ കൊടുത്ത് ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്യാം. നിങ്ങൾ സ്റ്റാർട്ട് ടൈം എത്ര മണിന്ന് കൊടുക്കുക, രാത്രി 8 മണി മുതൽ നിങ്ങൾക്ക് എൻഡ് ചെയ്യേണ്ട ഒരു 10 മണിക്കാണെങ്കിൽ ആ ടൈം കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഈ രീതിയിൽ സ്റ്റാർട്ടും എൻഡും ടൈം കൊടുത്ത് നിങ്ങൾക്ക് സ്ലീപ്പ് മോഡിലിട്ട് സെറ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ സേവ് കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാം ചൂസ് ഡേയ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ മാത്രം. നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന സാധനം വർക്കിംഗ് ഡേയ്സിൽ മാത്രമാണ് ഈ ടൈം വേണ്ടത്. നിങ്ങൾ സൺഡേയ്സിൽ മറ്റും ഒരുപാട് സമയം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ അതിനുള്ള ഓപ്ഷനും ഇവിടെ തന്നിട്ടുണ്ട്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ എന്തൊക്കെ നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത്, നിങ്ങൾ റീസെൻ്റ്ലി നിങ്ങൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വകുപ്പുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരെ ആ 3 ലൈൻസിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് താഴേക്കായി വരുമ്പോൾ നമ്മുടെ ഇവിടെ ആ ഒരു യുവർ ആക്ടിവിറ്റി എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീസെൻ്റ്ലി സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഇവിടെ കാണുവാൻ സാധിക്കും. ഇത് മറ്റൊരാളുടെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തെന്നുള്ളത് ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ അറിയാം. ഇതെല്ലാം ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഈ ഒരു ടിക്കിൽ കൂടി പറയുന്നത്. നിങ്ങൾ ആ റീസെൻ്റ്ലി സെർച്ച് എന്നുള്ള ഓപ്പൺ ചെയ്തതിന് ശേഷം ക്ലിയർ ആൾ എന്നുള്ള കൊടുത്ത് ഒരിക്കൽ കൂടി ഒരു കൺഫർമേഷൻ ക്ലിയർ ആൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റീസെൻ്റ്ലി സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും റിമൂവ് ആയി പോകുന്നതാണ്. അതിൽ നിന്ന് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി നമ്മൾ കുറച്ചൊന്ന് മുകളിലേക്ക് പോയാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ഇതിനെ നമ്മൾ കണ്ടോ, ആ മുകളിലുള്ള റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്നുള്ള സാധനം, അതായത് നമ്മൾ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിനകത്ത് കയറിയതിന് ശേഷം നമ്മുടെ ആ റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നിങ്ങൾ മുമ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും കാണുവാൻ സാധിക്കും. ഇത് 30 ദിവസം വരെയാണ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സൂക്ഷിക്കുക. അതിനുശേഷം ഇത് അവർ ഓട്ടോമാറ്റിക്കായി റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പണായി വരികയും ഈ ഓപ്പണായി വരുന്നതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്ന് കളഞ്ഞത് 30 ദിവസം ഇവിടെ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് മറ്റാരും കാണാതിരിക്കാൻ പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് വീണ്ടും ഇൻസ്റ്റാഗ്രാമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷനും ഇവിടെ കൊടുക്കുവാൻ സാധിക്കും. ഞാനിപ്പോൾ ഡിലീറ്റ് കൊടുക്കുന്നു. ഡിലീറ്റ് കൊടുക്കുമ്പോൾ അവർ പറയും കൺഫേം ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഒന്നുകൂടി നമ്മൾ കൺഫേം കൊടുത്തു, പെർമനൻ്റായി അത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇങ്ങനെയും നമുക്കിത് ചെയ്യുവാൻ സാധിക്കും. നമ്മൾ ഒന്നുകൂടി പുറത്തേക്ക് വന്നതിന് ശേഷം റീസെൻ്റ് ഡിലീറ്റ് എന്നുള്ള കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം നമ്മൾ ആ ഡിലീറ്റ് ചെയ്ത സാധനം ഇവിടെ കാണാനില്ല. അപ്പോൾ അത് പെർമനൻ്റായി ഡിലീറ്റ് ചെയ്ത് മാറ്റി. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു റീലും മറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വോയിസ് ഇതുപോലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മളിവിടെ ആദ്യം സാധാരണ നമ്മൾ ചെയ്യുക, ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ആ മ്യൂസിക് ഏതാണെന്ന് അവിടെ പോയി സെലക്ട് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആ മ്യൂസിക് കാണാനില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നേരെ നമ്മളത് ബാക്ക് കൊടുത്തതിന് ശേഷം തിരിച്ച് നമ്മൾ ആ മ്യൂസിക്കിൽ വന്ന് ഇവിടെ നിങ്ങളുടെ ആ ഒരു നടുക്കുള്ള ബട്ടൺ ഉണ്ടല്ലോ, നിങ്ങളുടെ ഫോണിൻ്റെ നടുക്കുള്ള ബട്ടൺ അമർത്തി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഇവിടെ വരികയും ഇതിനകത്തായി ആ കാണുന്ന മ്യൂസിക്കിൻ്റെ എംബ്ലത്തിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, നിങ്ങൾ അവസാനം ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ ആ മ്യൂസിക് ഏതാണെന്ന് അവിടെ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തി തന്നു. ഇതേ ട്രിക്ക് നിങ്ങളുടെ ഫോണിലും ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഇൻസ്റ്റാഗ്രാമിലെ ഈ 3 അടിപൊളി ഫീച്ചറുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ, ഫോളോ ചെയ്യാൻ മറക്കണ്ട.